കേരളത്തിലെ പല വീടുകളിൽ നിന്നും കുഞ്ഞുങ്ങളുടെ നിലവിളി ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നത്തിൽ സ്വന്തം മക്കളെ പോലും കുരുതി കൊടുക്കുന്ന അച്ഛനമ്മമാർ. കഴിഞ്ഞ ദിവസം കൊല്ലത്തും പാലക്കാടും കേട്ടതുപോലെ കാസർഗോഡ്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും കൂട്ട ആത്മഹത്യയുടെ വാർത്തകൾ പുറത്തുവരുന്നു. ഇവിടെ നൊന്തു പ്രസവിച്ച അമ്മമാരാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. ഈ കേസുകൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ പല കുടുംബങ്ങളിലുമുള്ളൂ. എന്നാൽ പലരും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. പരസ്പരം ഒന്നിച്ചു ജീവിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ വിവാഹബന്ധം വേർപെടുത്തുകയോ മാറി താമസിക്കുകയോ ചെയ്യാം. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ സ്ഥിതി മറിച്ചാണ്. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ കൊലക്കളമാകുന്ന കുടുംബങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ കാസർഗോഡ് ചീമേരിയിൽ നിന്ന് ഹൃദയം നുറുങ്ങുന്ന ഒരു വാർത്ത കേട്ടു. 2 പിഞ്ചു മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്തത് നൊന്തു പ്രസവിച്ച അമ്മയാണ്. പെരിങ്ങോം പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരി സജിന മക്കളായ ഗൗതം, തേജസ് എന്നിവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ജീവനൊടുക്കുകയായിരുന്നു. ചീമേനി ചെമ്പ്രക്കാനം സ്വദേശി 32-കാരിയായ സജിന, 8 വയസ്സുള്ള ഗൗതം, 4 വയസ്സുള്ള തേജസ് എന്നിവരെയാണ് ഉച്ചയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 മക്കളെയും കഴുത്തുഞെരിച്ച് കൊന്ന ശേഷം സജിന ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. വീടിന്റെ മുകളിലെ നിലയിൽ കിടപ്പുമുറിയിൽ താഴെ കിടക്കുന്ന നിലയിലായിരുന്നു കുട്ടികളുടെ മൃതദേഹം. കഴുത്തിൽ തുണി മുറുക്കിയതിന്റെ ലക്ഷണങ്ങളുണ്ട്. വീടിന്റെ പുറകുവശത്ത് ടെറസിൽ തൂങ്ങിയ നിലയിലായിരുന്നു സജിനയുടെ മൃതദേഹം കാണപ്പെട്ടത്. കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിലാണ്. സംഭവ സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് 12:30 സജിനയുടെ ഭർത്താവിന്റെ അച്ഛൻ ശിവശങ്കരൻ വീട്ടിലെത്തിയപ്പോഴാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു. ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്നു സജിന. ഗൗതം ചീമേനി വിവേകാനന്ദ സ്കൂളിൽ 3-ാം തരത്തിലും തേജസ് LKG വിദ്യാർത്ഥിയുമാണ്. KSEB സബ് എഞ്ചിനീയർ TS രഞ്ജിത്താണ് സജിനയുടെ ഭർത്താവ്. കുടുംബ പ്രശ്നങ്ങളാണ് അതിക്രമത്തിന് കാരണം എന്ന് കരുതുന്നു. ന്യൂസ് 18 പയ്യന്നൂർ. ദാമ്പത്യ പ്രശ്നത്തിന്റെ പേരിലും സാമ്പത്തിക പ്രതിസന്ധിയിലും എന്തിനാണ് കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കുന്നത്? പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ കൂട്ടമരണമാണോ പരിഹാരം? തൃശൂർ വടക്കാഞ്ചേരിയിൽ 3 മക്കളുമായി യുവതി കിണറ്റിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 ആൺകുട്ടികൾ മരിച്ചെന്ന ദുഃഖകരമായ വാർത്തയാണ് പിന്നീട് പുറത്തുവന്നത്. യുവതിയും 1.5 വയസ്സുള്ള ഇളയ മകളും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് വീട് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അഖിലുമായി ഉണ്ടായ തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് വിവരം. വെള്ളാറ്റഞ്ഞൂർ പള്ളിയുടെ സമീപത്ത് താമസിക്കുന്ന പൂന്തുരുത്തിയിൽ അഖിലിന്റെ ഭാര്യ സയനയാണ് 3 കുട്ടികളുമായി കിണറ്റിൽ ചാടിയത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയായിരുന്നു സംഭവം. അഗ്നിരക്ഷാ സേനയെത്തിയാണ് ഇവരെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. അമ്മയെയും 3 കുഞ്ഞുങ്ങളെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആൺമക്കളായ അഭിജയ്, ആദിദേവ് എന്നിവർ മരിച്ചു. സയനയും 1.5 വയസ്സുള്ള മകൾ ആഗ്നികയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ അപകടനില തരണം ചെയ്തതായി അറിയുന്നു.
എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുകാരും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് 4 പേരെയും കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ചത്. കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം വെള്ളറക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും അടുത്തയാളുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇവർ താമസിക്കുന്ന വീട് വിൽക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് അതിക്രമത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തൃശൂർ. നമ്മുടെ മക്കൾ മൊബൈലും ലാപ്ടോപ്പും ഉപയോഗിക്കുമ്പോൾ മാതാപിതാക്കൾ പലപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇടയ്ക്ക് മക്കളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഒന്ന് പരിശോധിക്കണം. അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. പലപ്പോഴും കുട്ടികൾ വലിയ ചതിക്കുഴികളിൽ വീഴുമ്പോഴാണ് നാം അതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം കിളിമാനൂരിൽ +1 വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തെക്കുറിച്ച് കേട്ടാൽ ഭയം തോന്നും. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഹുസൈൻ എന്ന യുവാവും സുഹൃത്തുക്കളും ചേർന്നാണ് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. ലഹരി മരുന്ന് നൽകിയാണ് പീഡിപ്പിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കിളിമാനൂരിന് സമീപപ്രദേശത്ത് താമസിക്കുന്ന 16-കാരി ഇൻസ്റ്റാഗ്രാം വഴിയാണ് മുഖ്യപ്രതി ഹുസൈനെ പരിചയപ്പെടുന്നത്. ഹുസൈന്റെ ക്ഷണപ്രകാരം പെൺകുട്ടി കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഈ സമയം ഹുസൈനും സുഹൃത്തുക്കളും ചേർന്ന് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. ആളൊഴിഞ്ഞ റബ്ബർ പുരയിടത്തിലെ ഷെഡിലെത്തിച്ച് പെൺകുട്ടിയെ പ്രതികൾ മൂവരും മാറി മാറി പീഡിപ്പിച്ചു. പെൺകുട്ടിക്ക് ലഹരിമരുന്ന് നൽകുകയും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നശിപ്പിക്കുകയും ചെയ്തു. പീഡനത്തെ തുടർന്ന് പെൺകുട്ടി ബോധരഹിതയായി. കുട്ടിയെ വീട്ടിൽ കാണാതായതോടെ രക്ഷകർത്താക്കൾ കിളിമാനൂർ പോലീസിൽ പരാതി നൽകി. പോലീസിന്റെ അന്വേഷണത്തിൽ ഞായറാഴ്ച രാവിലെ 11 മണിയോടെ റബ്ബർ തോട്ടത്തിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികളായ മേലേവെട്ടൂർ സ്വദേശി ഹുസൈൻ, വെൺകുളം സ്വദേശി രാഖിൽ, മാന്തറ സ്വദേശി കമാൽ എന്നിവർ വലയിലായത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി ആർ പ്രദീപ് കുമാർ, കിളിമാനൂർ ഇൻസ്പെക്ടർ ബി ജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക് ഒന്നാകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനക്കേസ്. ആശുപത്രി മുറിക്കുള്ളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നത് ഏറെ നടുക്കമുണ്ടാക്കിയതാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ ചികിത്സയിലായിരുന്ന യുവതി കഴിഞ്ഞ വർഷം മാർച്ച് 18-നാണ് പീഡിപ്പിക്കപ്പെട്ടത്. പിന്നാലെ പ്രതിയും അറ്റൻഡറുമായ ശശീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അതിജീവിതയ്ക്കിനിയും നീതി കിട്ടിയിട്ടില്ല. പ്രതിയെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവതി സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. തന്നോടൊപ്പമുണ്ടെന്ന് ആവർത്തിക്കുന്ന ആരോഗ്യമന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന് അതിജീവിത ന്യൂസ് 18നോട് പറഞ്ഞു. വർഷം മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കു ശേഷം ICUവിൽ പ്രവേശിപ്പിച്ച യുവതിയെ അറ്റൻഡർ പീഡിപ്പിച്ചത്. കേസ് വിചാരണയിലേക്ക് കടക്കുമ്പോഴും പീഡനത്തിന് ശേഷം വൈദ്യപരിശോധനയിലടക്കം വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കും ഗുരുതരമായ പിഴവ് വരുത്തിയ മറ്റു ജീവനക്കാർക്കുമെതിരെ നടപടിയില്ല. നടപടി ആവശ്യപ്പെട്ട് അതിജീവിത സർക്കാരിനെയും പോലീസിനെയും സമീപിച്ചിരുന്നു. എന്നാൽ കൃത്യമായ പരിശോധന നടത്താതെ തന്റെ സ്ത്രീത്വത്തെ പോലും അപമാനിച്ച ഡോക്ടർക്കെതിരെ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നാണ് പരാതി. പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ പോലും ലഭ്യമാക്കിയിട്ടില്ല. യാഥാർത്ഥ്യം മറച്ചു വെക്കാനാണ് അവര് ശ്രമിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഹെഡ് നേഴ്സിനെ സ്ഥലം മാറ്റിയത്.
അതുപോലെ ഞാൻ പരാതി കൊടുത്ത് ഒരുപാട് തവണ ഞാൻ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തതാണ്. പക്ഷെ അതിലൊന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്. വന്ന് കൊടുത്ത ഈ പരാതിന്മേൽ ഇതുവരെ ഒരു നടപടി എടുക്കുകയോ ആ ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ എന്തെങ്കിലും ഒരു ചലനമോ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പലവട്ടം കത്തും സന്ദേശങ്ങളും അയച്ചു. യാതൊരു മറുപടിയും ഉണ്ടായില്ല. തനിക്കൊപ്പമുണ്ടെന്ന് ആവർത്തിക്കുന്ന ആരോഗ്യമന്ത്രി വാക്കുകൾക്കപ്പുറം നടപടികളിലൂടെ അത് തെളിയിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ്, എനിക്ക് തരേണ്ട സുരക്ഷയിലും വലിയ വീഴ്ച വരുത്തിയെന്നൊക്കെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതും വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും. അതൊക്കെ അവര് മൂടി വെച്ചു. എന്നിട്ട് ഇപ്പോൾ അവർ വീമ്പളക്കി എല്ലാ മീഡിയക്ക് മുന്നിൽ അവർ പറയുന്നു അതിജീവിതയ്ക്കും വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, അതിജീവിതയ്ക്ക് എല്ലാ സുരക്ഷയും കൊടുത്തു. എന്ത് സുരക്ഷയാണ് അവർ എനിക്ക് തന്നിട്ടുള്ളത്? എന്ത് നടപടി അല്ലെങ്കിൽ എന്ത് നീതിയാണ് അവരെനിക്ക് തന്നിട്ടുള്ളത്? വേദനയല്ലാതെ ഈ 1 വർഷമായിട്ട് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ മുഖം മറച്ച് നടക്കേണ്ട ഒരു അവസ്ഥ. പരാതികളിൽ നടപടിയെടുക്കാനായി 3 ദിവസം കാത്തിരിക്കും. ഫലം അനുഭാവപൂർവമല്ലെങ്കിൽ സമരം തുടങ്ങും. 1 വർഷം ഞാൻ ക്ഷമിച്ചില്ലേ, ഇനി എനിക്ക് ക്ഷമയില്ല. കാരണം ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി. ഇനി എനിക്ക് നീതി വാങ്ങുന്നതുവരെ ഞാൻ സമരം തന്നെ ചെയ്യും. ഞാൻ ഏറിയാൽ ഒരു 2-3 ദിവസം ഞാൻ സമയം കൊടുക്കും. അതിലധികം ഞാൻ സമയം കൊടുക്കില്ല. അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തിരികെ കോഴിക്കോട് ജോലിയിൽ പ്രവേശിപ്പിക്കാത്തതിനെ തുടർന്ന് 6 ദിവസം സമരം ചെയ്ത് സർക്കാരിനെ മുട്ടുകുത്തിച്ചാണ് അനിത ജോലിയിൽ തിരികെ കയറിയത്. കോഴിക്കോട് നിയമനം നൽകാത്തതിനെ തുടർന്ന് അനിത ഫയൽ ചെയ്ത കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചി അധോലോകത്തെക്കുറിച്ച് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകളിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് പോലീസ്. രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ ഒന്നടങ്കം കബളിപ്പിച്ച് നാടുവിട്ട ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസിനെതിരെ പോലീസ് കേസെടുത്തു. വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതിലാണ് എറണാകുളം സൌത്ത് പോലീസിന്റെ നടപടി. ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അനസിനെതിരെ കേസെടുത്തത്. വ്യാജ പാസ്പോർട്ട് കേസിൽ ബംഗളൂരുവിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന സൂചനയുണ്ട്. അനസിന്റെ വിദേശ അന്തർ സംസ്ഥാന ബന്ധങ്ങളും പരിശോധിക്കുകയാണ്. കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസ് വ്യാജ പാസ്പോർട്ടിൽ ദുബായിലേക്ക് കടന്നെന്ന് ഗുണ്ടാ നേതാവായ ഔറംഗസേബ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയതിന് പിന്നാലെ നിർണായകമായ പല കേസുകളിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. കൊലപാതകം, വധശ്രമം, കൊട്ടേഷൻ, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ അനസ് രാജ്യം വിട്ട കാര്യം പോലീസോ മറ്റേജൻസികളോ അറിഞ്ഞിരുന്നില്ല. ന്യൂസ് 18ന്റെ അന്വേഷണ പരമ്പരയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ഇന്റലിജൻസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും പോലീസും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനസിന്റെ വിശ്വസ്തരായിരുന്ന ഔറംഗസേബിനെയും ഇബ്രാഹിം കുട്ടിയെയും ATS ചോദ്യം ചെയ്തിരുന്നു. അനസിന്റെ മറ്റ് വിശ്വസ്തരിലേക്കും ഇതു സംബന്ധിച്ച അന്വേഷണം നീങ്ങുന്നുണ്ട്. ഇതിന് സമാന്തരമായിട്ടാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. വ്യാജ പാസ്പോർട്ടിൽ രാജ്യം വിട്ടെന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ അനസിനെതിരെ എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത്. വ്യാജരേഖകളിലൂടെ അനസിന് പാസ്പോർട്ട് നൽകിയ ബംഗളൂരുവിലെ ഏജൻസിയിലേക്കും അന്വേഷണം നീങ്ങുമെന്നാണ് സൂചന. നേപ്പാൾ വഴിയാണ് അനസ് വ്യാജ പാസ്പോർട്ട് വഴി വിദേശത്തേക്ക് കടന്നെന്നായിരുന്നു വെളിപ്പെടുത്തൽ. പെരുമ്പാവൂരുകാരനായ അനസ് ബംഗളൂരു മേൽവിലാസത്തിൽ നിർമ്മിച്ച വ്യാജ ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഉപയോഗിച്ചാണ് വ്യാജ പാസ്പോർട്ട് തരപ്പെടുത്തിയതെന്ന് ഔറംഗസേബ് വെളിപ്പെടുത്തിയിരുന്നു. ഗുണ്ടാ നേതാവ് ഔറംഗസേബിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് കേസിൽ നിർണായകമായത്. കൊച്ചി ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ഔറംഗസേബിനെ ചോദ്യം ചെയ്തത്. അനസിന്റെ വിദേശ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഔറംഗസേബിൽ നിന്നും ചോദിച്ചറിഞ്ഞു എന്നാണ് വിവരം. കർണാടക
കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ വെച്ച് നടപ്പാക്കിയ അനസിന്റെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളും പോലീസ് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അനസും സംഘവും വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും അതിൽ ലഭിച്ച പണം ഉപയോഗിച്ച് ദുബായിൽ പുതിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെന്നും ഔറംഗസേബ് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യവും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. കൊലക്കുറ്റം, വധശ്രമം, കൊട്ടേഷൻ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ അനസ് 2 വട്ടം കാപ്പ ചുമത്തപ്പെട്ട കുപ്രസിദ്ധ ഗുണ്ടാ തലവനാണ്. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. ഈ സമീപ വർഷങ്ങളിൽ കായംകുളത്തെ ഞെട്ടിച്ച സംഭവങ്ങളിൽ ഒന്നായിരുന്നു CPM പ്രാദേശിക നേതാവ് സിയാദിന്റെ കൊലപാതകം. 2020 ഓഗസ്റ്റ് 18 രാത്രി 10 മണിക്കാണ് സിയാദിനെ കായംകുളം MSM സ്കൂളിന് സമീപത്ത് വെച്ച് സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 3.5 വർഷത്തിന് ശേഷം കേസിൽ 1-2 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കുപ്രസിദ്ധ ഗുണ്ടകളായ ബെറ്റ മുജീബ് എന്ന മുജീബ് റഹ്മാൻ, വിളക്ക് ഷെഫീഖ് എന്നിവരെയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 3-ാം പ്രതി പത്തിയൂർ സ്വദേശി കാവിൽ നിസാമിനെ വെറുതെ വിട്ടു. കേസിലെ 4-ാം പ്രതി ഒളിവിലാണ്. പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന കായംകുളം വൈദ്യൻ വീട്ടിൽ തറയിൽ സിയാദിനെ 2020 ഓഗസ്റ്റ് 18 രാത്രി 10-നാണ് സംഘം ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കായംകുളം MSM സ്കൂളിന് സമീപമായിരുന്നു കൊലപാതകം. പ്രതികളായ എരുവ സക്കീന മൻസിലിൽ വെറ്റ മുജീബ് എന്ന മുജീബ് റഹ്മാൻ, വിളക്ക് ഷഫീഖ് എന്നിവരാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി ജീവപര്യന്തം തടവിന് വിധിച്ചത്. തടവിന് പുറമെ 1.25 ലക്ഷം രൂപ പിഴയടയ്ക്കുകയും വേണം. പിഴത്തുക അടച്ചില്ലെങ്കിൽ 3 വർഷം അധികം തടവ് അനുഭവിക്കണം. ഈ കേസിന്റെ പ്രതിക്ക് ക്രിമിനൽ സ്വഭാവമുണ്ടെങ്കിൽ പോലും ഈ കേസിന്റെ ഫാക്ട്സ്, അതായത് ഈ കേസിലെ ഇഞ്ചുറി വരുത്തിയ രീതി, അതൊന്നും തന്നെ റയറസ്റ്റ് ഓഫ് റയർ, അതായത് ഒരു വധശിക്ഷ കൊടുക്കുന്ന കേസുകളിൽ എൻ്റെ ഗണത്തിൽ വരുന്നതല്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു വാദത്തോടെ കോടതിയുടെ ആ ഒരു കണ്ടെത്തലോടെ തത്വത്തിൽ പ്രോസിക്യൂഷൻ യോജിക്കുകയാണ്. കാരണം പ്രതിക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി ശിക്ഷയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി വിധിച്ചിരിക്കുന്നത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. 3-ാം പ്രതിയായ കോൺഗ്രസ് നേതാവും നഗരസഭ മുൻ കൌൺസിലറുമായ കാവിൽ നിസാമിനെ കോടതി വെറുതെ വിട്ടു. സംഭവശേഷം 1-ാം പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചെന്നതായിരുന്നു നിസാമിനെതിരെ ചുമത്തിയിരുന്ന കുറ്റം. വിചാരണ വേളയിൽ ഒളിവിൽ പോയ 4-ാം പ്രതി ഷോമോനെ പിടികൂടാനായിട്ടില്ല. തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വൈരാഗ്യമായിരുന്നു കൊലയ്ക്ക് കാരണം. 28 കേസിൽ പ്രതിയാണ് മുജീബെന്നും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. 2007 ശർക്കര വ്യാപാരി കൊലക്കേസിൽ പ്രതിയായതു മുതൽ കൊട്ടേഷൻ രംഗത്ത് സജീവമാണ് വെറ്റ മുജീബ്. 4 ദൃക്സാക്ഷികൾ ഉൾപ്പെടെ 69 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 104 രേഖകളും 27 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി പ്രിയദർശനൻ തമ്പി, അഭിഭാഷകരായ ജി ഹരികൃഷ്ണൻ, ഓം ജി ബാലചന്ദ്രൻ എന്നിവർ ഹാജരായി. കായംകുളം. തൃശൂർ മൂർക്കനാട് ക്ഷേത്രോത്സവത്തിനിടെ നടന്ന സംഘർഷത്തിന്റെയും കൊലപാതകങ്ങളുടെയും ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന മുഖ്യപ്രതി ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. ഇരട്ടക്കൊലപാതകത്തിലെ 1-ാം പ്രതി മൂർക്കനാട് സ്വദേശി അഭിനന്ദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 13 കഴിഞ്ഞ ആഴ്ചയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ അരിമ്പൂർ സ്വദേശി അക്ഷയ്, ആനന്ദപുരം സ്വദേശി സന്തോഷ് എന്നിവർ കൊല്ലപ്പെട്ടത്.
മൂർക്കനാട് ക്ഷേത്രത്തിൽ ആറാട്ടുത്സവത്തിനിടെ നടന്ന സംഘർഷത്തിൽ 2 പേർ കുത്തേറ്റ് മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. സംഭവത്തിൽ 1-ാം പ്രതിയായ മൂർക്കനാട് സ്വദേശി കറപ്പപ്പറമ്പിൽ അഭിനന്ദിനെയാണ് പോലീസ് പിടികൂടിയത്. കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. മുൻവൈരാഗ്യം മൂലമാണ് ഉത്സവത്തിനിടെ ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടിയത്. മൂർക്കനാട് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഉണ്ടായ തർക്കമാണ് വൈരാഗ്യത്തിന് കാരണം. പ്രതിയെ സംഭവസ്ഥലത്തും സംഘർഷത്തിൽ കുത്താൻ ഉപയോഗിച്ച കത്തി ഒളിപ്പിച്ചു വെച്ച കരുവന്നൂർ പുഴയോരത്തുള്ള ചൂണ്ടക്കടവിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചുണ്ണാമ്പ് തെറിച്ച തർക്കത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുള്ള പ്രതിയാണ് അഭിനന്ദ. ന്യൂസ് 18 തൃശൂർ. മാന്ത്രിക വിദ്യകളുടെ ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ് മലപ്പുറം പെരുമ്പടപ്പ് കാട്ടുമാടം മന. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനയിൽ വൻ കവർച്ച നടന്നു. 10 പവൻ സ്വർണ്ണാഭരണവും ഭണ്ഡാരവും അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 300 വർഷത്തിലധികം പഴക്കമുള്ള സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിക്കപ്പെട്ടതായാണ് വിവരം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചങ്ങരംകുളം പെരുമ്പടപ്പിലെ പ്രശസ്തമായ കാട്ടുമാടം മനയിലാണ് വൻ കവർച്ച നടന്നത്. 10 പവൻ സ്വർണ്ണാഭരണങ്ങളും ഭണ്ഡാരവും നഷ്ടമായി. പുലർച്ചെയാണ് മനയിലുണ്ടായിരുന്നവർ മോഷണ വിവരം അറിയുന്നത്. കവർച്ച ചെയ്ത ഭണ്ഡാരം പൊളിച്ചുപേക്ഷിച്ച നിലയിൽ മനയിലെ പറമ്പിൽ നിന്ന് കണ്ടെത്തി. മനയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന 300 വർഷത്തിലധികം പഴക്കമുള്ള വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത്. 500 വർഷത്തോളം പഴക്കമുള്ളതാണ് കാട്ടുമാടം മന. പെരുമ്പടപ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. മാന്ത്രിക വിദ്യകൾക്കും തച്ചുശാസ്ത്ര വൈദഗ്ധ്യത്തിനും പേരുകെട്ട മനയിൽ നിരവധി പുരാവസ്തുക്കളുണ്ട്. മറ്റെന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 തിരൂർ. പോലീസ് പെട്രോളിൽ പോകുന്നത് കാസർഗോഡ് മഞ്ചേശ്വരത്തേക്കാണ്. മഞ്ചേശ്വരത്ത് സ്ഫോടക വസ്തുക്കളുമായി ജാർഖണ്ഡ് സ്വദേശി ഉൾപ്പെടെ 2 പേർ പിടിയിലായി. കരിങ്കൽ ക്വാറിയിലേക്ക് അനധികൃതമായി കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത്. കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. പൈവെളികെ ഡൈഗോളിയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന കരിങ്കൽ ക്വാറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിലായി. മലപ്പുറം ചേലേപ്ര പുള്ളിപ്പറമ്പ് സ്വദേശി അബ്ദുൽ ഖാദർ, ജാർഖണ്ഡ് ബൽപഹാദി സ്വദേശി സുജിത് തിഗ്ഗ എന്നിവരാണ് അറസ്റ്റിലായത്. സ്ഥലം ഉടമയ്ക്കെതിരെയും കേസെടുത്തു. പരിശോധനയിൽ 33 ജലാറ്റിൻ സ്റ്റിക്കുകളും 25 ഇലക്ട്രിക് ഡിറ്റണേറ്ററുകളും സ്ഫോടനം നടത്താൻ ഉപയോഗിക്കുന്ന സ്വിച്ച് ബോക്സുകളും കണ്ടെടുത്തു. കൊടലമുകൂർ ബോർക്കള മുൻഷിപ്പ് മെറ്റൽസ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത്. കരിങ്കൽ ഖനനം നടത്തുന്നതിനായി യാതൊരുവിധ രേഖകളുമില്ലാതെ അനധികൃതമായാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. സ്ഫോടക വസ്തുക്കൾ ക്വാറിയിൽ ഉപയോഗിച്ചതിനുള്ള വകുപ്പ് പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൈവെളിയിലെ ക്വാറിയിൽ പോലീസ് പരിശോധന നടത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ആത്മഹത്യ കേസിലെ പ്രതി ഡോക്ടർ റുവൈസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്നും വന്നത്. റുവൈസിന്റെ പഠനം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകി. PG പഠനത്തിനാണ് കോടതി അനുമതി നൽകിയത്. ക്ലാസ്സിൽ പോകാതിരുന്നാൽ അപരിഹാര്യമായ നഷ്ടം സംഭവിക്കുമെന്ന വിലയിരുത്തലോടെയാണ് കോടതി നടപടി.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ PG തുടർ പഠനത്തിനാണ് കോടതി റുവൈസിന് വീണ്ടും അനുമതി നൽകിയത്. ക്ലാസിൽ പങ്കെടുക്കാം, എന്നാൽ ഹാജർ ലഭിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. അച്ചടക്ക നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവ്. റുവൈസിന് പഠനം തുടരാൻ അനുമതി നൽകിയ ഉത്തരവ് നേരത്തെ കോടതി റദ്ദാക്കിയിരുന്നു. കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ച റുവൈസ പഠനം തുടരാൻ അനുവദിക്കണമെന്നും സസ്പെൻഷൻ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കരുനാഗപ്പള്ളി സ്വദേശിയായ റുവൈസിനെ കേസിൽ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്നാണ് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. റുവൈസ് സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള മനോവിഷമം മൂലമാണ് ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തതെന്നാണ് കേസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തൊണ്ടിമുതൽ കേസ് രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ളതാണെന്ന വാദം അടിസ്ഥാനരഹിതവും പുനരന്വേഷണത്തിനെതിരായ ഹർജി തള്ളണമെന്നും സർക്കാർ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ. റവന്യൂ വകുപ്പിന്റെ സമൂഹമാധ്യമ വിഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്തു. സൈബർ ഡോമിലും സംസ്ഥാന IT മിഷനിലും അധികൃതർ പരാതി നൽകി. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ വൻ കവർച്ച. 20ഓളം യാത്രക്കാരുടെ പണവും സ്വർണവും ലാപ്ടോപ്പും ഫോണും നഷ്ടമായി. 3 AC കോച്ചുകളിൽ ധർമ്മപുരിക്കും സേലത്തിനുമിടയിൽ വെച്ചാണ് കവർച്ച നടന്നത്. പാലക്കാട് ചളവറയിൽ വാഴത്തോട്ടത്തിലെ കാട്ടുപന്നി ശല്യം അകറ്റാൻ രാത്രിയിൽ കാവലിരുന്ന കർഷകൻ മരിച്ച നിലയിൽ. ചളവറ തൃക്കാരമണ്ണ സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. LSD സ്റ്റാമ്പുമായി സംസ്ഥാനത്തേക്ക് കടക്കാൻ ശ്രമിച്ച മുംബൈ സ്വദേശിനിയെ വയനാട് പോലീസ് പിടികൂടി. 34-കാരിയായ സുനിവ സുരേന്ദ്ര റാവത്താണ് പിടിയിലായത്. കുട്ടികൾക്ക് വേനൽ അവധിക്കാലമാണ്. ഇക്കാലത്ത് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ജോലിക്ക് പോകും. പകൽ സമയങ്ങളിൽ മക്കൾ എന്ത് ചെയ്യുന്നുവെന്നോ ആരുമൊക്കെയായി സൗഹൃദം കൂടുന്നുവെന്നോ പലരും അറിയാറില്ല. സമൂഹ മാധ്യമങ്ങളിലെ ചതിക്കുഴികളാണ് ഇതിൽ പ്രധാന വില്ലൻ. ഇതോടൊപ്പം ലഹരി എത്തിച്ചു നൽകാൻ മാഫിയ സംഘങ്ങളും നിങ്ങളുടെ വീടിന് സമീപത്തുകൂടി കറങ്ങി നടക്കുന്നുണ്ടാകും. തിരുവനന്തപുരം കിളിമാനൂരിലെ +1 വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ കേസ് നമ്മൾ ചിന്തിക്കേണ്ട സംഭവമാണ്. അവളുടെ സമൂഹ മാധ്യമങ്ങളുടെ സൗഹൃദം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ആ കുട്ടി ചതിക്കപ്പെടില്ലായിരുന്നു. ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ചതിയെക്കുറിച്ചും ലഹരി സംഘങ്ങളുടെ കെണിയെക്കുറിച്ചും മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ വീടുകളിലും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുക. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.